ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2023-24 മാത്സിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലിയർ കുറവാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആക്ടിവിറ്റി 1 ഒരു ട്രയാങ്കിളിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ലൈൻസ് ബി സി ഡി ഇ ആർ പാരലൽ. ഇവിടെ ബി സിയും ഡിയും പാരലലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബി ഡി ഇ ഈക്വൽ ടു 110 ഡിഗ്രിയാണ് ആംഗിൾ ബി ഡി ഇ. ആൻഡ് ആംഗിൾ സി ഡി ഈക്വൽ ടു 130 ഡിഗ്രി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്, എയും ബിയും. ക്വസ്റ്റ്യൻ നമ്പർ എ, ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ എ ബി സി ആൻഡ് എ സി ബി. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആംഗിൾ എ ബി സിയുടെയും എ സി ബിയുടെയും മെഷർമെൻറ്റ് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ബി സിയുടെ മെഷർമെൻ്റ് ആണ് 70 ഡിഗ്രി. ആംഗിൾ എ സി ബിയുടെ മെഷർമെൻറ്റ് 70 ഡിഗ്രി. അപ്പോൾ 70, 50, 60. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ മെഷർമെൻറ്റ് ഓഫ് ഓൾ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ എ ഡി ഇ. എ ഡി ഇ എന്ന ട്രയാങ്കിളിലെ എല്ലാ മെഷർമെൻറ്റും എഴുതാനാണ്. അപ്പോൾ എ ഡി ഇയിൽ 70 ഡിഗ്രി, ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു 70 ഡിഗ്രി, ആംഗിൾ എ ഇ ഡി ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ഡി എ ഇ ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിന് 3 പാർട്ടാക്കിയിട്ടുണ്ട്. എ റെക്റ്റാങ്കിൾ ഫീൽഡ് ഈസ് 40 മീറ്റർ ലോങ് ആൻഡ് 20 മീറ്റർ വൈഡ്. Paddy, plantain and tapioca are cultivated in 3 parts as shown in the figure. First one, what is the area of a plantain cultivation? Plantain cultivationൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 240 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എത്രയാണ്? 240 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ ഏരിയ വെൻ ടാപ്പിയോക്ക ഈസ് കൾട്ടിവേറ്റഡ്. അപ്പോൾ അത് 280 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എത്രയാണ്? 280 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാർട്ട് വേർ പാഡി ഈസ് കൾട്ടിവേറ്റഡ്. പാഡി കൾട്ടിവേറ്റഡ് ചെയ്തത് എത്രയാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 40 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 40 മീറ്റർ ലോങ്ങും ആണ്, 20 മീറ്റർ വൈഡും എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 40 × 20. അപ്പോൾ 40 × 20 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 800 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മൊത്തം എത്രയാണ്? 800 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അത് നമ്മൾ 240 എന്താണ് പ്ലെയിൻറ്റൈൻ്റെ ആണെന്നും അതേപോലെ തന്നെ 280 ടാപ്പിയോക്കേൻ്റെ ആണെന്നും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ 240 + 280 ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എത്ര ആഡ് ചെയ്താൽ കിട്ടും? 240 + 280 ആഡ് ചെയ്താൽ 520 കിട്ടും. ആ 520നെ നമ്മൾ 800, അതായത് ടോട്ടൽ ഏരിയയിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് പാഡി കൾട്ടിവേറ്റഡ് ഏരിയ കിട്ടും. അത് 280 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. How many kilometer per minute will a train travel at a speed of 90 km/h? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, how many meters will this train travel in 1 second? Third question, how much time will a train of 170 meter long take to pass an electric post at a speed of 90 km/h? ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹൗ മെനി കിലോമീറ്റേഴ്സ് പെർ മിനിറ്റ് വിൽ എ ട്രെയിൻ ട്രാവൽ അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h? ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്ററാണ് ഒരു ട്രെയിൻ ഓടുക? അതായത് ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 90 km/h എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 90 km/h എന്ന് പറഞ്ഞാൽ എന്താണ്? 90 / 60. അപ്പോൾ 90 / 60 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1.5 കിട്ടും, അതായത് 1.5 കിലോമീറ്റർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 1.5 കിലോമീറ്റർ. അതെങ്ങനെയാണ് കിട്ടിയത്? 90 കിലോമീറ്ററാണ് പെർ ഹവർ. ഒരു ഹവറിൽ 90 കിലോമീറ്ററാണ് പോവുക. അപ്പോൾ ഒരു ഹവർ എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്, 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ 90 / 60 ചെയ്തപ്പോൾ നമുക്ക് 1.5 കിലോമീറ്റർ കിട്ടി. ദാറ്റ് ഈസ് 1.5 കിലോമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ
എന്താണ് ഹൗ മെനി മീറ്റേഴ്സ് വിൽ ദിസ് ട്രെയിൻ ട്രാവൽ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത് എത്ര മീറ്റർ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ് 1.5 കിലോമീറ്റർ ആണ്. ഈ 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ് 1500 മീറ്റർ ആണ്. 1500 മീറ്റർ ആണ് 1.5 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ മീറ്ററിലേക്കാക്കി. മീറ്ററിന് 1500 ഡിവൈഡഡ് ബൈ 60. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം പോകുന്നതാണ്. അപ്പോൾ നമ്മൾ 1500 ഡിവൈഡഡ് ബൈ 60 ദാറ്റ് ഈസ് 25 മീറ്റർ. 25 മീറ്റർ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഹൗ മച്ച് ടൈം വിൽ എ ട്രെയിൻ ഓഫ് 175 മീറ്റേഴ്സ് long take to pass an electric post at a speed of 90 km/h. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് 175 ഡിവൈഡഡ് ബൈ 25 ദാറ്റ് ഈസ് 7 സെക്കൻഡ്. ഈ 25 എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു സെക്കൻഡ് പോകുന്ന ടൈം എത്രയാണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 25 മീറ്ററാണ് ഒരു സെക്കൻഡിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കുന്നത് എന്താണ് ഹൗ മച്ച് ടൈം വിൽ എ ട്രെയിൻ ഓഫ് 175 മീറ്റർ ലോങ് ടേക്ക് ടു പാസ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h. അതായത് 175 ഡിവൈഡഡ് ബൈ 25 ദാറ്റ് ഈസ് 7 സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ആക്ടിവിറ്റി ഫോർ ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഗാർഡൻ ഈസ് 1024 സ്ക്വയർ സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്? ദർ ഈസ് 2 meter wide path around the garden. What is the area of the path? അപ്പോൾ what is the length of one side എന്നുള്ളതിൻ്റെ ആൻസർ എത്രയാണ്? 32 മീറ്റർ ആണ്. അതായത് 1024ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ നമുക്ക് 32 മീറ്റർ കിട്ടും. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 32 മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ആൻസർ എന്താണ്? ദർ ഈസ് 2 meters വൈഡ് പാത്ത് അറൗണ്ട് ദ ഗാർഡൻ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാത്ത്? അപ്പോൾ 2 മീറ്റർ വൈഡിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്നാണ് പറഞ്ഞത്. അപ്പം 32നോട് 2 അപ്പുറത്തതും ഇപ്പുറത്തതും നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ എത്രയാണ്? 36 മീറ്റർ ആയി. ഒരു സ്ക്വയർ ഗാർഡൻ ആണ്. അപ്പം നമ്മൾ സൈഡ് ഇൻറ്റു സൈഡാണ് കാണേണ്ടത്. അപ്പോൾ 36 × 36 ദാറ്റ് ഈസ് 1296 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ പാത്ത്, ഈ വഴിയുടെ ഏരിയ ആണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1296 ആണ്. ഇതിൻ്റെ ഉള്ളിലെ ഏരിയ എന്ന് പറയുന്നത് 1024 ആണ്. അപ്പോൾ ഈ നടുവിലുള്ള ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1296 മൈനസ് 1024 ഈക്വൽ ടു 272 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി റിട്ടൺ ആസ് എ പവർ ഓഫ് 1/2? 1/2ൻ്റെ പവർ അല്ലാത്തത് ഏതാണെന്നാണ്. അതേതാണ്? 1/6 ആണ്. ഓക്കെ, ആൻസർ ഏതാണ്? 1/6. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് മൂന്നാമത്തെ ആൻസർ ആണ്. അതിൻ്റെ കറക്റ്റ് 4000 ആണ്. ഇനി അടുത്തത് വിച്ച് ഈസ് നോട്ട് 256നോട് ഈക്വൽ അല്ലാത്തത് ഏതാണ്? 8 സ്ക്വയർ ആണ്. ഓക്കെ, നാലാമത്തെ ആൻസർ ആണ് 8³. ഇനി അടുത്തത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2⁻10. അതിനോട് ഈക്വൽ ആയത് 2⁵5 × 2⁵5. ഇതാണ് ആൻസർ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 25 സ്ക്വയർ × 4 സ്ക്വയർ ദാറ്റ് ഈസ് 10,000. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. ദ ഡിസ്റ്റൻസ് ഫ്രം ആലുവ ടു തിരുവനന്തപുരം ഇസ് 240 കിലോമീറ്റർ. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 240 കിലോമീറ്റർ ആണ്. അമ്മു ട്രാവൽഡ് ഫ്രം ആലുവ ടു തിരുവനന്തപുരം അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 40 km/h ബൈ ട്രെയിൻ. ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദ ജേണി. ജേണിക്ക് എത്ര സമയം എടുത്തു എന്ന്. അപ്പോൾ അമ്മ 240 കിലോമീറ്റർ ആണ് മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. 40 km/h ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ? 240 ഡിവൈഡഡ് ബൈ 40 ദാറ്റ് ഈസ് 6 hours. 240 ഡിവൈഡഡ് ബൈ 40 ദാറ്റ് ഈസ് 6 hours. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അമ്മു വെൻറ്റ് ബാക്ക് ബൈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ. ഷീ റീച്ച്ഡ് ആലുവ ഇൻ 4 hours. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ? ഇവിടെ ആവറേജ് സ്പീഡാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അമ്മു ഡിസ്റ്റൻസ് മൊത്തത്തിൽ എത്രയാണ്? 240 ആണ്. അവിടെ എത്ര സമയം കൊണ്ടാണ് എടുത്തത്? 4 hours കൊണ്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 60 km/h ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേണി? ഈ ജേണിക്ക് എത്ര സ്പീഡ് എടുത്തു? ആവറേജ് സ്പീഡ് എടുത്തു. അതായത് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. അങ്ങോട്ട് 240 ആണ്, ഇങ്ങോട്ടും ഡിസ്റ്റൻസ് എത്രയാണ്? 240 ആണ്. അപ്പോൾ 240 + 240 ദാറ്റ് ഈസ് 480. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആവറേജ് സ്പീഡ് കാണാനാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 480 ആണ്. അങ്ങോട്ട് പോയ ഡിസ്റ്റൻസും ഇങ്ങോട്ട് പോയ ഡിസ്റ്റൻസും നമുക്ക് 480 കിട്ടി. അതേപോലെ തന്നെ 6 hours 4 hours. അങ്ങോട്ട്
അങ്ങോട്ട് പോയത് 6 hours, ഇങ്ങോട്ട് വന്നത് 4 hours. അപ്പോൾ അത് എത്രയാണ് 10. അപ്പോൾ 480 ഡിവൈഡഡ് ബൈ 10. ആവറേജ് സ്പീഡ് കാണാൻ എന്താ ചെയ്യുന്നത്? 480 ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 48 km/h. ഇനി അടുത്തത് ആക്ടിവിറ്റി 7. ഇൻ ട്രയാങ്കിൾ LMN, LM ഈക്വൽ ടു 6 cm, MN 7 cm, ആംഗിൾ M ഈക്വൽ ടു 70 degree, ഡ്രോ ദ ട്രയാങ്കിൾ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ലെങ്ത് കനോട്ട് ബി സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൽ ഒരു സൈഡ് ആവാൻ ചാൻസ് ഇല്ലാത്തത് ഏതാണെന്ന്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിന്നെ ഇത് വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം അറിയാം അല്ലേ? നമ്മൾക്ക് ഇതിൻ്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. ആദ്യം നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത്? എല്ലാം എടുത്ത് 6 cm വരയ്ക്കുക. എന്നിട്ട് എമ്മിൽ വെച്ചിട്ട് 70 degree ആംഗിൾ, ഒരു പ്രൊട്രാക്ട് വെച്ചിട്ട് 70 degree അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടുന്ന്, അതായത് എം എന്ന എന്നിലേക്ക് എത്രയാണ്? 7 meter എന്ന് പറഞ്ഞിട്ട്, 7 cm എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എമ്മിൻ്റെ അവിടെ എടുത്തിട്ട് നമ്മൾ 7 cm നമ്മൾ അടയാളപ്പെടുത്തുക. അതും എല്ലും തമ്മിൽ കണക്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ആക്ടിവിറ്റി 8, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ലാർജ് ബക്കറ്റ് ഈസ് ഫിൽഡ് വെൻ 7 cups ഓഫ് വാട്ടർ ഈസ് poured into it. ദ സെയിം കപ്പ് ഈസ് യൂസ്ഡ് ആൻഡ് poured 5 times to fill a small bucket. അപ്പോൾ 7 cup വാട്ടർ എടുത്ത് ഒരു ബക്കറ്റ് ഫില്ല് ചെയ്യാൻ, ഒരു വലിയ ബക്കറ്റ് ഫില്ല് ചെയ്യാൻ, അതേപോലെ 5 times ആണ് ചെറിയ ബക്കറ്റ് ഫില്ല് ചെയ്യാൻ എടുത്തത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോള്യൂംസ് ഓഫ് ദ ലാർജ് ആൻഡ് സ്മോൾ ബക്കറ്റ്സ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 7:5. അപ്പോൾ 7 കപ്പാണ് ലാർജ്, സ്മോൾ ഏതാണ് 5. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ 7:5. ഓക്കെ. ഇനി അടുത്തത് 1/4 glasses ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ എ കപ്പ്. ഒരു കപ്പ് ഫില്ല് ചെയ്യാൻ 1.25 ഗ്ലാസ് വെള്ളം വേണം. 2.5 glasses ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ എ ബോട്ടിൽ. ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാൻ 2.5 ഗ്ലാസ് വേണം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോള്യൂം ഓഫ് ദ കപ്പ് ആൻഡ് ബോട്ടിൽ? അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് ഇത് 1 ആണെച്ചാൽ ഇതിൻ്റെ ഡബിൾ വേണം എന്നാണ്. അപ്പോൾ എന്തായിരിക്കും? 1:2. അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 1:2. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദ വോള്യൂം ഓഫ് എ ബോട്ടിൽ ഈസ് 500 millimeter. ദ വാട്ടർ ഇൻ ദ ബോട്ടിൽ ഈസ് poured into small bottles in the ratio of 3:7. How much water will be there in each bottle? അപ്പോൾ ഇവിടെ പറഞ്ഞത് 3:7 എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 500 milliliters ആണുള്ളത്. അപ്പം 500 × 3/10, ദാറ്റ് ഈസ് 150 milli. 500 × 7/10, ദാറ്റ് ഈസ് 350 milli. അപ്പോൾ നമ്മൾ മാത്സ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന് ആൻസർ കീ ഇടാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, താങ്ക് യു.